ഹലോ എവ്രിവൺ. അപ്പോൾ ഈ സാറ്റർഡേ ഞങ്ങൾ കണ്ണൂർ സിറ്റിയിലുള്ള റമദാൻ സ്റ്റാളിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്തൊരു കുഞ്ഞു വീഡിയോ ആട്ടോ ഇത്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരെ നിങ്ങളെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ നമുക്ക് കണ്ടു നോക്കിയാലോ. കഴിഞ്ഞ പോലെ ഞങ്ങളുടെ നോമ്പ് 7-ൻ്റെ ടൈം ആട്ടോ അവിടെ പോയിട്ടുണ്ടായത്. അന്നേരം തിരക്കൊന്നും ഉണ്ടായിട്ടില്ല, കുറച്ചാൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ ഇക്കാലം നിങ്ങളിപ്പോൾ അത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും, അത്യാവശ്യം നല്ല ആളുണ്ട്. നോമ്പ് 3 ആയിട്ടില്ലെങ്കിലും നല്ല തിരക്കുണ്ട്, റോഡൊക്കെ ഫുൾ ആളാണ്. ഇപ്രാവശ്യം കുറേ സ്റ്റാളുകളുണ്ട്. മെയിനായിട്ട് ചിക്കൻ്റെ ഐറ്റം തന്നെയാണ്. കല്യാണപ്പഴിൻ്റെ ഇതുപോലെ സാധനം മസാല കച്ചിൻ്റെ. ഞങ്ങളിങ്ങനെ പോയപ്പം തന്നെ ആ ഒരു സിറ്റിയിലുള്ള ഫുൾ റമദാൻ സ്റ്റാളൊന്ന് ചുറ്റിക്കാണുക കേട്ടോ ചെയ്തിട്ടുണ്ടായത്. എല്ലാ സ്റ്റാളുകളിലും ഇപ്രാവശ്യം ചെത്തൈസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ ഉപ്പിലിട്ട സംഭവങ്ങളില്ലേ, ഉപ്പിലിട്ടത്, കച്ച ഐറ്റംസ് എല്ലാ സ്റ്റാളുകളിലും അതുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ ഞങ്ങൾ നടന്ന് ഇതാ ഈ ഒരു സ്റ്റാളിന് മുന്നിൽ എത്തിയിട്ടുണ്ട്. അലീസ് അറബിക് ഫുഡ് കോർട്ട് എന്നാട്ടോ ഈ ഒരു സ്റ്റാളിൻ്റെ പേരുള്ളത്. ഇവിടെ ഇതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഇവർ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായത്. അങ്ങനെ ഇതാ ഞങ്ങൾ അതിൻ്റെ അകത്തേക്ക് പോയിട്ടുണ്ട്. ഇതാ കബാബ്. ഇതാ ഞാൻ വെച്ച് ചിക്കൻ. ഇവിടെയും ഫിഷും ബീഫും പോത്തുംകാലും ഒക്കെ ഉണ്ട്. എന്താ ബോക്സിലല്ലോ കൽമക്കായി. ഞാൻ കാണിക്കട്ടെ. കൂന്തൽ നിറച്ചത്. അതിലെന്താ മന്തി ഫ്രൈഡ് റൈസ് അല്ലേ? മന്തി റൈസ് അല്ലേ? മന്തിയാ? മന്തി റൈസാ? ഫ്രൈഡ് റൈസ്. മന്തി റൈസ് അത് ഫ്രൈഡ് റൈസ്, ചിക്കൻ ഫ്രൈഡ് റൈസ്. അല്ല അത് നൂഡിൽസ് അല്ല. നൂഡിൽസാ. ചൂടോടെ നമുക്ക് വേണ്ടുന്ന എടുക്കാന്നാ? എത്ര മണിക്ക് എടുക്കാന്നാ? ഡെക്കറേഷൻ ഫോട്ടോയിലായിട്ട് മുഞ്ചിട്ടുണ്ട് അല്ലേ? നല്ല ഭംഗിയുണ്ടല്ലേ? ഇങ്ങനെ കാണാൻ നല്ലതുണ്ട്, പക്ഷെ ഫോട്ടോയിലായ ഇത് കിട്ടുന്നില്ല. ഈ ഒരു സ്റ്റാളിൽ തന്നെയാണ് കേട്ടോ ഈ കാടമുട്ടൻ്റെ ഈ ഒരു ഐറ്റം ഉള്ളത്. അത് ഈ ഒരു സ്റ്റാളിൽ മാത്രമേ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ. കാടമുട്ട ഇങ്ങനെ സ്റ്റിക്കിൽ വെച്ചിട്ട് എന്താ പറയുക, അതിലേക്ക് ഉപ്പും കുരുമുളക് പൊടിയും മുളക് പൊടിയും ഒക്കെ ഇട്ടിട്ടുള്ള ഒരു സംഭവം കേട്ടോ ഇത്. ഐസക് പിന്നെ കാടമുട്ട കണ്ടു കഴിഞ്ഞാൽ അത് എങ്ങനത്തെ ഐറ്റം ആയിക്കോട്ടെ അവൻ അതെന്തായാലും വേണം. അതുകൊണ്ട് ഇതൊന്ന് വാങ്ങിക്കാൻ വിചാരിച്ച്. ഇതിൻ്റെ പേര് ഞാൻ ചോദിക്കാൻ വിട്ടുപോയിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഇതിന് പൈസ വരുന്നത് 50 റുപ്പീസാണ്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇതവർ സ്പൈസി ആക്കിയിട്ട് തരും. ഐസക്ക് പിന്നെ എരിവ് അത്ര വേണ്ടാത്തതുകൊണ്ട് കുറച്ച് മാത്രമേ എല്ലാ സ്പൈസസും ഇട്ടിട്ടുള്ളൂ. അതുപോലെ തന്നെ മയോണൈസും കെച്ചപ്പൊക്കെ ഇതിൻ്റെ മേലെ അവർ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഐസിന് അതും ഇഷ്ടമല്ലാത്തതുകൊണ്ട് അതും ഞങ്ങൾ ഒഴിവാക്കി ചേട്ടാ വാങ്ങിച്ചത്. അങ്ങനെ കുറച്ച് ടൈം വെയിറ്റ് ചെയ്തിട്ട് ആ ഒരു മുട്ടയൊക്കെ കുക്കായതിന് ശേഷം ഞങ്ങൾ കയ്യിൽ ഇത് ആ ഒരു സ്റ്റിക്ക് കിട്ടിയിട്ടുണ്ട്. ഐസക്ക് ഇത് കൊടുക്കുമ്പോൾ ഭയങ്കര ഹാപ്പി ആട്ടോ. ഇനി ചൂടായതുകൊണ്ട് പപ്പ എന്നെ കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കാടമുട്ടയൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ പോയിട്ടുണ്ടായത് പാച്ചൂസ് ഫുഡ് കോർട്ടിലേക്കാണ്. ഇത് എപ്പോഴും അവിടെ ഉണ്ടാകുന്ന സ്റ്റാളാണ്, റംസാനിന് മാത്രമല്ല. കഴിഞ്ഞ കൊല്ലത്തെ റമദാനിന് ഞങ്ങൾ ഇവിടെ വന്നിട്ടോ കല്ലുമ്മക്കായി ട്രൈ ചെയ്തിട്ടുണ്ടായത്. പക്ഷേ ഇപ്രാവശ്യം ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് തന്നെ ആ കല്ലുമ്മക്കായിൻ്റെ ഐറ്റം തീർന്നിട്ടുണ്ടേനു. പിന്നെ ഇവിടെ ഉണ്ടായ ഒരു സ്പെഷ്യൽ ഐറ്റമാണ് മുട്ടമാല. അത് ഈ ഒരു സ്റ്റാളിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പോൾ മുട്ടമാല ഇഷ്ടമുള്ളവരാണെങ്കിൽ ഈ ഒരു സ്റ്റാളിൽ പോയാൽ മതി കേട്ടോ. പിന്നെ ഈ യൂട്യൂബിലും ഇൻസ്റ്റയിലൊക്കെ വൈറലായിട്ടുള്ള ഈ അഹമ്മദ് ഖാൻ്റെ തട്ടുകടയിലേക്കാട്ടോ ഞങ്ങൾ പോയിട്ടുണ്ടായത്. പിന്നെ ഇവരുടെ തന്നെ പാർക്കിങ്ങും ഉണ്ട് ഇവിടെ. പക്ഷെ കുറച്ച് വണ്ടികൾ മാത്രമേ പാർക്ക് ചെയ്യാൻ വേണ്ടി പറ്റൂ. ഞങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല കേട്ടോ. ഞങ്ങൾ കുറച്ച് ദൂരെ പാർക്ക് ചെയ്തിട്ട് നടന്നിട്ട് വരിക കേട്ടോ ചെയ്തിട്ടുണ്ടായത്. പിന്നെ അമ്മായി നമ്മളെ സ്പെഷ്യൽ
അപ്പോൾ ഇപ്പോൾ മനസ്സിലായില്ലേ, ഈ ഒരു സ്റ്റാളിലെ മെയിൻ എന്ന് പറയുന്നത് ആ ഒരു അമ്മായി മുഗളായി ചിക്കൻ ആട്ടോ. അത് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടത്തേക്ക് തന്നെ വന്നത്. ഇൻസ്റ്റഗ്രാം റീലൊക്കെ കണ്ടിട്ട് തന്നെ ആട്ടോ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായത്. പിന്നെ ഇവിടെ ഞങ്ങൾ കല്ലുമ്മക്കായും കൂടി ഇവിടുത്തെ ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞിട്ടും കൂടിയാട്ടോ ഇവിടെ വന്നത്. പക്ഷേ എന്താ പറയുക, ഞങ്ങൾ ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഇവിടെയും കല്ലുമ്മക്കായിൻ്റെ ഐറ്റം തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കല്ലുമ്മക്കായി കഴിക്കണം എന്നുണ്ടവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ പോകാം കേട്ടോ. കുറച്ച് നേരത്തെ പോയി കഴിഞ്ഞാൽ അത് കിട്ടും, അത് പെട്ടെന്ന് തന്നെ തീരുന്നുണ്ട്. പൊറോട്ട എന്താണ് തുടക്കത്തിൽ അത്യാവശ്യം നല്ല ആൾക്കാരുണ്ട്. ഫസ്റ്റ് ഇൻസ്റ്റഗ്രാം റീലൊക്കെ ഇട്ടിട്ട് ട്രെൻഡിങ് ആയതുകൊണ്ട് ഞാൻ തോന്നുന്നു ഈ ഒരു സ്റ്റാളിലാണ് ഇത്രയും തിരക്കുണ്ടായത്. ഞങ്ങൾക്ക് സീറ്റ് കിട്ടാൻ വേണ്ടി ഏകദേശം അരമണിക്കൂറോളം ഞങ്ങൾ വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അത്രയും തിരക്കാട്ടോ ഇവിടെ. ഫൈനലി ഞങ്ങൾക്ക് ഇവിടെ സീറ്റ് കിട്ടിയിട്ടുണ്ട്. ഞങ്ങളങ്ങനെ ഞങ്ങൾക്ക് വേണ്ടുന്ന സംഭവം ഓർഡർ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് വരാനും കുറച്ചധികം ടൈം എടുത്തിന്. അവർ പറഞ്ഞിട്ട് കാര്യമില്ല, അത്രയും ആൾക്കാരുണ്ട്. അപ്പോൾ എല്ലായിടത്തും എല്ലാ സംഭവവും എത്തുമ്പോഴത്തേക്ക് ഏകദേശം ഒരു ടൈമാവും. അങ്ങനെ ഞങ്ങൾ കുറേ ടൈം വെയിറ്റ് ചെയ്തിട്ട് ഞങ്ങൾ ഓർഡർ ചെയ്ത സംഭവം ഇത് എത്തിയിട്ടുണ്ട്. വേറെ ഒന്നല്ല, ഇവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള ഈ ഒരു അമ്മായി മുഗളായി ചിക്കൻ ആട്ടോ ഇത്. അതിനെന്ന് വെച്ചാൽ മയോണൈസും ഉണ്ട്, അതുപോലെ തന്നെ കുറച്ച് ക്യാബേജ് കൂടി ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഒന്നിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് റുമാലി റൊട്ടിയാണ് ഞങ്ങൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായത്. പക്ഷേ അതും കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അങ്ങനെ ഞങ്ങൾ പൊറോട്ട പറഞ്ഞ് പൊറോട്ടയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാനാട്ടാ ഇനിയുള്ള ടൈം. ഈ ഒരു സംഭവം ഞങ്ങൾ മുന്നിൽ കൊണ്ടുവച്ചിട്ട് പൊറോട്ടയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു പൊറോട്ട വന്നോട്ടെ, അതിന് മുന്നിൽ ഇത് നമുക്ക് ടേസ്റ്റ് ചെയ്യാം. അങ്ങനെ അത് ടേസ്റ്റ് ചെയ്തിട്ടോ. പിന്നെ ഉമ്മ ചിക്കൻ കഴിക്കാത്തത് കൊണ്ട് തന്നെ ബീഫ് ഫ്രൈ ആട്ടോ ഉമ്മക്ക് വേണ്ടി ഓർഡർ ചെയ്തിട്ടുണ്ടായത്. നല്ല മസാലയായിരുന്നു ബീഫ് ഫ്രൈക്ക്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇത് പൊറോട്ട വരുന്നതിന് മുന്നേ മുഗളായി ചിക്കൻ ഏകദേശം പകുതി ആയിട്ടുണ്ട്. ഇവിടെ മെയിൻ ആയിട്ടുള്ള അമ്മായി മുഗളായി ചിക്കൻ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുപോലെ ഇവിടെ പോത്തുംകാല്, അതുപോലെ മീനിന്റെ കുറേ ഐറ്റം വേറെയുണ്ട്. നല്ല തിരക്കുണ്ടായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പ്ലേറ്റ് കിട്ടിയിട്ടില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ പ്ലേറ്റ് ഇല്ലാണ്ടാണ് ഈ ഒരു കുബൂസും പൊറോട്ടയും ഒക്കെ കഴിച്ചിട്ടുണ്ടായത്. മാക്സിമം അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഏകദേശം പകുതിയൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾക്ക് പ്ലേറ്റ് കിട്ടിയിട്ടുണ്ടായത്. അവരെ കുറ്റം പറയല്ല, അത്രയും തിരക്കുള്ളതുകൊണ്ട് അവരുടെ അടുത്ത് മിസ്സായി പോയതാണ്. പക്ഷേ ഫുഡിൻ്റെ കാര്യത്തിൽ എല്ലാവരും ഓക്കെ ആയിരുന്നു. അങ്ങനെ അവിടുത്തെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നേരെ ഞങ്ങൾ പുറത്തേക്ക് കഴിഞ്ഞപ്പോൾ റോൾ ഐസ്ക്രീം കണ്ടിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. അതിന് മുന്നത്തെ പ്രാവശ്യം ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ റോൾ ഐസ്ക്രീം കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യലാണ്. അതിനും ഒരു ക്യൂ ഉണ്ടായിരുന്നു. ഈ ഒരു റോൾ ഐസ്ക്രീമിന് 80 റുപ്പീസാണ് വരുന്നത്. ഹൈസിക്ക് എന്തായാലും നല്ലോണം ഇഷ്ടമായിട്ടുണ്ട്. അങ്ങനെ റോൾ ഐസ്ക്രീമും കഴിഞ്ഞ് നെക്സ്റ്റ് പോയത് ഇവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ കച്ചില്ലാണ്ട് ഞങ്ങൾ എങ്ങനെയാണ് മടക്കി വരിക. അതുകൊണ്ട് ലൊട്ടക്കച്ച് കഴിക്കാൻ വിചാരിച്ചിട്ട് ലൊട്ടക്കച്ച് കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ റംദാൻ സാറിനോട് ബൈ ബൈ പറഞ്ഞിട്ട് നേരെ പോയിട്ടുണ്ടായത് ഈ ഒരു ചെരണ്ടൈസ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് എപ്പോഴുള്ള ഒരു ഷോപ്പാണ്. അങ്ങനെ ഞങ്ങൾ ബട്ടർ സ്കോച്ചും അതുപോലെ തന്നെ ഗ്രീൻ ആപ്പിളും കേട്ടോ ഫ്ലേവർഡ് പറഞ്ഞിട്ടുണ്ടായത്. അങ്ങനെ അതിന് വേണ്ടിയിട്ട് അതിന് എന്താ പറയുക, ഈ സ്റ്റാളുകളിൽ ഉള്ളതിനേക്കാളും ക്യൂ ഈ ഒരു ചെരണ്ടി ഐസിക്ക് ഉണ്ടായിരുന്നു. എന്താ പറയുക, ഏകദേശം ഒരു 3/4 മണിക്കൂറോളം ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു സംഭവം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായത്. പിന്നെ കുറച്ചധികം വെയിറ്റ് ചെയ്താൽ എന്താ ഒരു കുഴപ്പമില്ല, അത്രയും ടേസ്റ്റുള്ള സംഭവം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായത്. അങ്ങനെ ഇതുകൂടി കഴിച്ചിട്ട് വയറൊക്കെ ഫില്ലായിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയിട്ടാ. ഇത് റമദാനിന് മാത്രമുള്ളത് കൊണ്ട് തന്നെ റമദാൻ കഴിയുന്നതിന് മുന്നേ ആയിട്ട് തന്നെ എല്ലാവരും ഒന്ന് പോയി നോക്കുക. അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള ഫുഡ് തന്നെയാട്ടോ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായത്. അപ്പോൾ ഇന്നത്തെ ഒരു സിറ്റി വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.